Hi guys, data science. What is data science? ഒരു ഐ ടി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഐ ടി കമ്പനിയിൽ എന്താണ് ഒരു ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീമിൻ്റെ റോൾ? ഒരു ഐ ടി കമ്പനിയിൽ നമ്മൾ പലതരം സ്ട്രീംസും കണ്ടിട്ടുണ്ട്, പലതും നമുക്ക് ഫെമിലിയർ ആണ്. പക്ഷേ ഒരു ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞ സ്ട്രീം നമുക്കൊരിക്കലും ഒരു ഐ ടി കമ്പനിയിൽ ഫെമിലിയർ ആയിരിക്കില്ല. പക്ക തിയറി വൈസ് എന്താണ് ഡാറ്റാ സയൻസ് എന്ന് ചോദിച്ചാൽ, the data science is the field or the study of collecting, interpreting and analyzing a large number of structured or unstructured data, and we extracting the meaningful insights from the data by using computer technology, artificial intelligence, mathematics and statistics. Simply ഒരു സെനേറിയോ ബേസ് ചെയ്ത് ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റേനെ നമ്മൾ ആ ഒരു സെനേറിയോ ബേസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് അത് അൺസ്ട്രക്ചേർഡ് ആണെങ്കിൽ അതിനെ സ്ട്രക്ചേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഒരു ഡാറ്റ ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു സെനേറിയോ ബേസ് ചെയ്ത് നമുക്ക് എന്തെല്ലാം മീനിങ് ഫുൾ ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റാ സയൻസ് എന്ന് പറയുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് ഉപയോഗിച്ച് ആ ഒരു കളക്റ്റഡ് ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ പല യൂസേഴ്സിനും, ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെന്റ് എന്നത് തൊട്ട് പലതരം നമുക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ അല്ലെങ്കിൽ വളരെ നീഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് ആ ഒരു ഇൻസൈറ്റ്സിനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റാ സയൻസ് എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പലതരം ടെക്നിക്സും യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു സിംപ്ലി ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റനെ കളക്ട് ചെയ്ത് അതിനെ നമ്മൾ പലതരം മെത്തേഡിലൂടെ അതിനെ നമ്മൾ കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡാറ്റ ക്ലീനിങ് പ്രോസസ്സിലൂടെ ഡാറ്റയെ നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു ക്ലീൻഡ് ഡാറ്റയാക്കിയ ശേഷം ആ ഒരു ക്ലീൻഡ് ഡാറ്റയിലെ ഹിഡൻ, ഒരു ഹ്യൂമൻ ഐസിന് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഹിഡൻ ഡാറ്റാസിനെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡാറ്റയെ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ പലതരം ടെക്നിക്കിലൂടെ ഒരു സെനേറിയോ ബേസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റയിൽ നിന്നും വളരെ ഹിഡനായി കിടക്കുന്ന ഒരു സെനേറിയോ ബേസ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആ ഒരു ഡാറ്റയിൽ നിന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ആ ഒരു ഡിസിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു മീനിങ് ഫുൾ ഇൻസൈറ്റ്സിനെ ആ ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റയിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് അത് നമ്മൾ ആ ഒരു ഇൻസൈറ്റ്സിനെ ആ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി, അതിലൂടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ പലതരത്തിലുള്ള യൂസ്ഫുൾ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു യൂസ്ഫുളിന് വേണ്ടി ആ ഒരു ഇൻസൈറ്റ്സിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് യൂസ് ചെയ്ത് ആ ഒരു ഹിഡൻ ഇൻസൈറ്റ്സിനെ ആ ഒരു രീതിക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലാർജ് നമ്പർ ഓഫ് പ്രോസസ്സിന്റെ ഒരു കമ്പൈൻഡ് ഫോം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റാ സയൻസ് എന്ന ആ ഒരു വേർഡ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരു കമ്പനി ഒരു 5 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. സോ ആ ഒരു കമ്പനീനെ ബേസ് ചെയ്ത് നമ്മുടെ ഒരു ലാർജ് നമ്പർ ഓഫ് പാസ്റ്റ് ഡാറ്റാസിനെ നമ്മൾ കളക്ട് ചെയ്യണം. ഒരിക്കലും പ്രസന്റ് ഓർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റയല്ല. ബിക്കോസ് ആ ഒരു കമ്പനി ഓൾറെഡി ഒരു 5 വർഷം മുന്നേ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഈ ഒരു സിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. സോ ആ ഒരു കമ്പനീനെ ബേസ് ചെയ്ത് ഒരു ലാർജ് നമ്പർ ഓഫ് പാസ്റ്റ് ഡാറ്റാസിനെ നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് മേ ബി നമ്മുടെ ആ ഒരു കമ്പനിയുടെ തന്നെ ഓൺ ഡാറ്റാ ബേസിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന വളരെയധികം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കണം. ഈ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ എന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് കൊണ്ടുള്ള മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഡാറ്റ ഒരു പർട്ടിക്കുലർ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. വളരെ നല്ലൊരു അലൈൻമെന്റിലൂടെ ഒരു ടേബിൾസിലായിരിക്കാം, അല്ലെങ്കിൽ വാട്ടെവർ ഒരു വേർഡ് ഫോർമാറ്റ് ആയിരിക്കാം, വാട്ടെവർ ആ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ ഒരു പർട്ടിക്കുലർ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റേനെയാണ് നമ്മൾ മെയിനായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത്. അതേസമയം അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റകളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു വോയിസ് ഫോർമാറ്റിലാണ് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു PDF ആയിട്ടാണ് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോർമാറ്റിലാണ് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ മെയിനായിട്ട് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുക. ബിക്കോസ് ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഡിസൈഡഡ് ഒരു സ്ട്രക്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ അത്തരത്തിലൊരു അൺസ്ട്രക്ചേർഡ് ഡാറ്റകളും നമ്മുടെ ഇവിടെ ഉണ്ട്. സോ സിംപ്ലി ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു സെനേറിയോ ബേസ് ചെയ്ത് ആ ഒരു
5 വർഷം മുന്നേ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു കമ്പനീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലാർജ് നമ്പർ ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്യും. മേ ബി ചിലപ്പോൾ ആ ഒരു ഓൺ കമ്പനിയുടെ തന്നെ ഡാറ്റാബേസിലുള്ള ആ ഒരു കമ്പനിയിലെ തന്നെ ഓൺ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പലതരത്തിലുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓരോ കമ്പനിയുടെ ഓരോ ഡീറ്റെയിൽസും വളരെയധികം അപ്ഡേറ്റഡ് ആൻഡ് കളക്റ്റഡ് ആൻഡ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവർ, ആ ഒരു കമ്പനീനെ പറ്റി അറിയുന്നവർ, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കമ്പനി ഇരിക്കുമ്പോൾ അതിന് ചുറ്റും വർക്ക് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ചുറ്റും വേറെയുള്ള കമ്പനീസ് അല്ലെങ്കിൽ വേറെയുള്ള കടകൾ, ആ ഒരു രീതിക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന അവരുടെ കയ്യിൽ നിന്ന് വോയിസ് ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോമാറ്റിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന അൺസ്ട്രക്ചേർഡ് ഡാറ്റാസും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്ത ശേഷം ഈ ഒരു സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റയെ നമ്മൾ ക്ലീൻ ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു ഡാറ്റ കളക്ഷൻ ആണ് ഈ ഒരു ഡാറ്റാ സയൻസിലെ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു സെനറിയോ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ലാർജ് നമ്പർ ഓഫ്, നമ്മൾ ഓൾറെഡി അപ്പോഴത്തെ ഒരു തിയറി ബേസ് പറഞ്ഞ രീതിയിൽ തന്നെ ഒരു സെനറിയോ ബേസ് ചെയ്തിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഡാറ്റയെ കളക്ട് ചെയ്ത ശേഷം ഒരിക്കലും ഈ ഒരു രീതിക്ക് നമ്മൾ കളക്ട് ചെയ്ത ഈ ഒരു ഡാറ്റാസിനെ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പം ആ ഒരു രീതിക്ക് ഈ ഒരു ഡാറ്റയെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ പറഞ്ഞാൽ ഏതൊരു രീതിയിൽ നമ്മൾക്ക് കിട്ടിയ ഡാറ്റയാണെങ്കിലും ആ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ സ്ട്രക്ചേർഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഡാറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ കയ്യിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ട്. ഈ ഒരു അൺസ്ട്രക്ചേർഡ് ഡാറ്റനെ നമ്മൾ പലതരത്തിലുള്ള ഡാറ്റ ക്ലീനിങ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് ക്ലീൻഡ് ഓർ സ്ട്രക്ചേർഡ് ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാ സയൻസിലെ രണ്ടാമത്തെ ടെക്നിക്കാണ്. ഈ ഒരു ഡാറ്റ ക്ലീനിങ് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു 5 വർഷം മുന്നേ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കമ്പനീനെ ബേസ് ചെയ്തിട്ടുള്ള ഓൾ ഡാറ്റാസും വളരെയധികം ക്ലീൻഡ് ഫോർമാറ്റ് ആൻഡ് സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇനി ഇതിൽ നിന്നും നമ്മൾക്ക് ഹ്യൂമൻ ഐസിന് കണ്ടാൽ മനസ്സിലാവാത്ത എന്നാൽ നമ്മൾക്ക് ഒരു സാധാരണക്കാരൻ പോലും കണ്ടാൽ പോലും മനസ്സിലാവുന്ന തരത്തിലുള്ള ഹിഡൻ മീനിങ് ഇൻസൈറ്റ്സിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. ആ ഒരു എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ മേ ബി ഇപ്പം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പനിയുടെ ഡാറ്റ എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം റോസോളം ഉള്ള ഒരു ടേബിൾ ആയിരിക്കും. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ടോപ്പിക് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഓൾവേസ് പ്രസന്റ് ഇൻ എ ടേബിൾ ഫോമാറ്റ്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അൺസ്ട്രക്ചേർഡ് ആണെങ്കിലും സ്ട്രക്ചേർഡ് ആണെങ്കിലും അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഒരു സ്ട്രക്ചേർഡ് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ് ലൈക്ക് എ ടേബിൾ, ഒരു ടേബിൾ ഫോമാറ്റിലായിരിക്കും നമ്മുടെ ആ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആണ് നമ്മൾ ആ ഒരു ഡാറ്റയെ ക്ലീൻ ചെയ്യുക. ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഒരു ടേബിളിൽ മേ ബി ചിലപ്പോൾ നമ്മൾക്കൊരു 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം റോസ് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. കാരണം നമ്മൾ ഒരു വർഷങ്ങളോളം ഒരു സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസിനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്. സോ മേ ബി ഇറ്റ് ഷുഡ് സോ ഉറപ്പായിട്ടും അതെന്തായാലും ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം റോസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. സോ അത്രയും ലാർജ് നമ്പർ ഓഫ് റോസോട് കൂടിയുള്ള നമ്മുടെ ആ ഒരു ക്ലീൻഡ് ഡാറ്റയിൽ നിന്നും ആ ഒരു ഹിഡൻ മീനിങ് ഇൻസൈറ്റ്സിനെ ഒരിക്കലും നമ്മൾക്കൊരു ഹ്യൂമൻ ഐ കൊണ്ട് കണ്ടാൽ മനസ്സിലാവില്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്ന തരത്തിൽ ഉള്ളതിനെക്കാട്ടിലും എത്രയോ വളരെയധികം നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം ആ ഒരു ഡാറ്റയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ഹിഡൻ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഹിഡൻ ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റയിൽ നിന്നും ആ ഒരു ഹിഡൻ മീനിങ് ഇൻസൈറ്റ്സിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അത് വിഷ്വലി റെപ്രസെന്റ് ചെയ്യുകയാണ്. സോ ഒരു ഡാറ്റാ സയൻസ് പഠിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു വലിയ രീതിക്ക് പഠിച്ചൊരു വ്യക്തി എന്നൊരു വ്യക്തിക്ക് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനും കണ്ടാൽ ആ ഒരു ഇൻസൈറ്റ്സ് എന്താണെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു ഡാറ്റയെ വിഷ്വലൈസ് ചെയ്യാം. ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ലാസ്റ്റ്ലി പറഞ്ഞ ആ ഒരു ഡാറ്റ ക്ലീനിങ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന്
പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടെക്നിക് ഇൻ ദ EDA സെക്ഷൻ ഓഫ് ദ ഫീൽഡ് ഓർ സ്റ്റഡി ഓഫ് ഡാറ്റാ സയൻസ് എന്ന് പറയുക. ദ EDA മീൻസ് എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ് എന്ന് പറയും. ഡാറ്റയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു ഡാറ്റയെ അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ EDA ഓർ എക്സ്പ്ലോറട്ടറി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞ ഡാറ്റ ക്ലീനിങ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതിന് ശേഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ വളരെ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു സെനേറിയോ ബേസ് ചെയ്ത് വളരെ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു ഡാറ്റയിൽ നിന്നും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള മീനിങ് ഫുൾ ഇൻസൈറ്റ്സിനെ നമ്മൾ എക്സ്ട്രാക്റ്റും ചെയ്തിട്ടുണ്ട്. സോ നൗ വി ഹാവ് ദ ക്ലീൻഡ് ഡാറ്റ. സോ ഈ ക്ലീൻഡ് ഡാറ്റ ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യും. That's another technique or that's one of the important technique in the field of data science എന്ന് പറയാം. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഇൻ ഡാറ്റാ സയൻസ് എന്ന് നമുക്ക് പറയാം. ആ ഒരു പേര് പോലെ തന്നെ മെഷീനെ ലേൺ ചെയ്യുക. സിംപ്ലി മെഷീൻ ലേണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അത്ര തന്നെ പറയാനുള്ളൂ. സിംപ്ലി മെഷീനെ ലേൺ ചെയ്യുക. ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മോഡലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞ പോലെ ഒരു ക്ലീൻഡ് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്ത് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിനെ പ്രിഡിക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡാറ്റ ക്ലീനിങ്, നമ്മുടെ ആ ഒരു ഡാറ്റാ സയൻസിലെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഡാറ്റ കളക്ടിങ് ആൻഡ് ഡാറ്റ ക്ലീനിങ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ, ആ ഒരു ടെക്നിക്സിലെല്ലാം നമ്മൾ പറഞ്ഞല്ലോ ഒരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റേനെ നമ്മൾ കളക്ട് ചെയ്ത് ആ ഒരു ഡാറ്റേനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു ടേബിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെയാണ് നമ്മൾ അതിന്റെ മീനിങ് ഫുൾ ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ക്ലീൻഡ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു ടേബിൾ ഫോമാറ്റിലായിരിക്കും. ഇവിടെ മെഷീൻ ലേണിങ്ങിന് വേണ്ടി നമ്മൾ ആ ഒരു ടേബിൾ ഫോമാറ്റിലുള്ള ഡാറ്റയെ എടുക്കുന്നതിന് മുമ്പ് ആ ഒരു ടേബിളിലെ ഏതെല്ലാമാണ് ഇൻപുട്ട് അതേപോലെ തന്നെ ഏതെല്ലാമാണ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ ആ ഒരു രീതിക്ക് നമ്മുടെ ആ ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ടേബിൾ ഫോമാറ്റിൽ ഇരിക്കുന്ന നമ്മുടെ ആ ഒരു വളരെ ക്ലീൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡാറ്റയെ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു മോഡൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെഷീനെ ട്രെയിൻ ചെയ്യണം. ഇന്ന ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇന്ന ഔട്ട്പുട്ട്, ഇന്ന ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇന്ന ഔട്ട്പുട്ട്, ഇന്ന ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇന്ന ഔട്ട്പുട്ട്. ആൻഡ് ഫൈനലി ഈ ഒരു ട്രെയിനിങ്ങിന്റെ റിസൾട്ടന്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ നമ്മുടെ ആ ഒരു മോഡൽ പ്രെഡിക്റ്റ് ചെയ്യും. ബിക്കോസ് ഓഫ് ദ ട്രെയിനിങ് നമ്മൾ ആ ഒരു മോഡലിനെ നമ്മുടെ ആ ഒരു ഡാറ്റയുടെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വളരെ ക്ലീൻഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന രീതിക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ലാസ്റ്റ്ലി നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ്, ആ ഒരു മെഷീൻ്റെ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന നമ്മുടെ ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് 100% ക്ലീൻഡ് ആയിരിക്കണം, 100% സ്ട്രക്ചേർഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചേർഡ് ആൻഡ് ക്ലീൻഡ് ആയിട്ടുള്ള ഡാറ്റയെ ഹോൾഡ് ചെയ്യുന്ന ടേബിൾസിനെ നമ്മൾ ഡാറ്റാ സയൻസിന്റെ ഭാഷയിൽ ഡാറ്റ സെറ്റ് എന്നാണ് പറയുക. ഈ ഒരു 100% ക്ലീൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ ഒരു ഡാറ്റാസിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഡാറ്റ സെറ്റിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു മോഡൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെഷീനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രഡിക്ഷനിലേക്ക് എത്തിക്കുന്നത്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ഉപയോഗിച്ച സെനേറിയോയിൽ ഒരു വളരെ ലാർജ് നമ്പർ ഓഫ് പാസ്റ്റ് ഡാറ്റാസിനെയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കമ്പനി ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് പാസ്റ്റ് ഡാറ്റാസിനെ കളക്ട് ചെയ്തിട്ടുള്ള അതിന്റെ ഇൻസൈറ്റ്സ് എക്സ്ട്രാക്ഷൻ ആൻഡ് ഡാറ്റ ക്ലീനിങ് ആൻഡ് അത് മെഷീൻ ലേണിംഗ് പ്രോസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സിംപ്ലി ഒരു മെഷീൻ ലേണിംഗിന്റെ ഒരു ടെക്നിക് നമ്മളൊരു സെനേറിയോയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഡാറ്റാസിനെ വേണം. ഇപ്പൊ സിംപ്ലി പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഡാറ്റാസ് അല്ല, പ്രസന്റ് ഡാറ്റാസിനെ നേടിയിട്ടുണ്ട്. പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഡാറ്റാസ്, ഈ ഒരു പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ആ ഒരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ഫ്യൂച്ചർ പ്രഡിക്ഷൻസിനെ അല്ലെങ്കിൽ ഫ്യൂച്ചർ കേസസിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പൊ സിംപ്ലി ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിൽ ആ ഒരു സെനേറിയോ ബേസ് ചെയ്ത പോലെ ഒരു കമ്പനി ഇപ്പോൾ എമോജി ഗെയിംസ് തന്നെയാണെങ്കിൽ ആ ഒരു എമോജി ഗെയിംസിലെ ഒരു ലാസ്റ്റിലൊരു 5 yearsന്റെ അല്ലെങ്കിൽ ഒരു ലാസ്റ്റിലെ ഒരു 2 yearsന്റെ ഡാറ്റാസിനെ കളക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സെയിൽസ് നടന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം ലോസ് നടന്നിട്ടുണ്ട്, ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത്, അതേപോലെ തന്നെ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് സെയിൽസിലേക്കും പോകുന്നില്ല, അതുപോലെ തന്നെ ലോസ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് പോകുന്നത് ബാലൻസ്ഡ് ആയിട്ട് ഒരു ഇയറിലെ ഏത് അക്കാഡമിക് ടൈമിലാണ് അല്ലെങ്കിൽ അക്കാഡമിക് എന്നല്ല ഒരു ഇയറിലെ ഏത് ടൈമിലാണ് ഏത് മന്തിലാണ് എന്ന രീതിക്കെല്ലാം നമ്മുടെ ആ ഒരു കമ്പനിയുടെ ആ ഒരു
ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസൈറ്റ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഡാറ്റാസിനെ നമ്മൾ ഈ ഒരു രീതിയിൽ കളക്ട് ചെയ്ത് ആ ഒരു പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡാറ്റാസിനെ നമ്മൾ കളക്ട് ചെയ്ത് ആ ഒരു ഡാറ്റാസിനെ നമ്മൾ ക്ലീൻ ചെയ്ത് ആ ഒരു ഡാറ്റാസിനെ വിഷ്വലൈസ് ചെയ്ത് ഈ ഒരു ഇൻസൈറ്റ്സിനെ എല്ലാം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഒരു എക്സ്ട്രാക്ഷനിലൂടെ തന്നെ ആ ഒരു ഹിഡൻ ഇൻസൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഡാറ്റ വിഷ്വലൈസേഷനിലൂടെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പല കേസസും പല സെനേറിയും നമുക്ക് എന്താണ് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആവും. എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര സെയിൽസ് ഉണ്ട്, എത്ര ലോസ് ഉണ്ട്, ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്, അതേപോലെ തന്നെ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ഏത് സമയത്താണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെയിൽസ്, അതെല്ലാം നമ്മുടെ എമർജിംഗ് ഗെയിംസിന്റെ എപ്പോഴാണ് എന്നുള്ളത് നമ്മുടെ ആ ഒരു ഡാറ്റ വിഷ്വലൈസേഷനിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് മെഷീൻ ലേണിംഗിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ഇയർ 2025 എമർജിയന് എത്രയായിരിക്കും പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇയർ 2025 എപ്പോൾ ഏത് ഇയറിലായിരിക്കും, ഏത് ടൈമിലായിരിക്കും, ഏത് മന്തിലായിരിക്കും നമുക്ക് ആ ഒരു മേ ബി എമർജിയോ ആ ഒരു ലോസ് നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും ആ ഒരു ബാലൻസ്ഡ് സെയിൽസ് അല്ലെങ്കിൽ ബാലൻസ്ഡ് പ്രോഫിറ്റ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഫ്യൂച്ചറിലെ ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യാം. ആ ഒരു രീതിക്ക് പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ഒരു മെഷീനെ ട്രെയിൻ ചെയ്ത് ഫ്യൂച്ചർ പ്രൊഡക്ഷൻസിനെ ഗെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഡാറ്റാ സയൻസിന്റെ ഒരു ടെക്നിക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡാറ്റാ സയൻസിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഡാറ്റ കളക്ടിങ്, ഡാറ്റ ക്ലീനിങ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഡാറ്റാ സയൻസ് എന്നുള്ള സ്ട്രീമിനെ നമുക്ക് ഇനിയും പഠിക്കാം. കൂടെ എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം, ഒപ്പം പഠിച്ചു പോവാം. ദാറ്റ്സ് ഇറ്റ്.